ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ ഫുഡ് സ്പോട്ടിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കിഴി പൊറോട്ട. ബീഫ് വെച്ചിട്ട് ഒരു കിഴി പൊറോട്ട നമുക്ക് ഉണ്ടാക്കാം. വളരെ ടേസ്റ്റാണ്, വളരെ സ്പൈസിയാണ് നമ്മുടെ കിഴി പൊറോട്ട എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ കിഴി പൊറോട്ട ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ കിഴി പൊറോട്ടയുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ കിഴി പൊറോട്ട ഉണ്ടാക്കാനെ കൊണ്ട് നമ്മൾ ബീഫ് എടുത്തിട്ടുണ്ട്, പൊറോട്ട എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട്, സവാള അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് വേണ്ടത് നമ്മുടെ വാഴയില, വഴറ്റിയ വാഴയിലയാണ്. അപ്പോൾ നമുക്ക് കിഴി പൊറോട്ട എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യമേ നമുക്ക് ഈ വാഴയില അങ്ങോട്ട് നൂത്തിട്ടിട്ട് ഇതിനകത്തോട്ട് നമ്മുടെ കണ്ടൻസൊക്കെ ഇട്ട് കൊടുക്കണം. ആദ്യമേ നമുക്ക് പൊറോട്ട എടുത്തിട്ട് ചെറുതായിട്ട് കീറി ഇടാം. ചിലർ പൊറോട്ട ഫുള്ളായിട്ട് ഇടും, നമ്മളിപ്പം ചെറുതായിട്ട് സ്പ്ലിറ്റ് ചെയ്താണ് ഇടുന്നത്. നമുക്ക് 4 പൊറോട്ട വരെ ഇടാം. ഞാനിപ്പം 2 പൊറോട്ട വെച്ച് ഇടുന്നുള്ളൂ നമ്മുടെ ഒരു എളുപ്പത്തിന്. ഓക്കെ, 2 പൊറോട്ട ഇട്ടു. ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് സവാള അരിഞ്ഞത് വെച്ച് കൊടുക്കും. സവാള കുറച്ചിട്ടാൽ മതി. അടുത്തതായിട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പാണ്, കശുവണ്ടി കുറച്ച് നമ്മളിതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. പിന്നെ കുറച്ച് മുന്തിരിങ്ങ. അപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കശുവണ്ടിയൊക്കെ ഇട്ട് കഴിഞ്ഞു. നമ്മുടെ ബീഫ് റോസ്റ്റാണ് ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നത്. ബീഫ് അല്ലെങ്കിൽ ചിക്കൻ, ഇത് രണ്ട് ഏത് വേണമെങ്കിലും ചെയ്യാം. നമുക്ക് ബീഫ് റോസ്റ്റ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നല്ല സ്പൈസി ആയിട്ടിരിക്കണം. അപ്പം നമ്മുടെ ബീഫ് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് പൊത്തി കൊടുക്കണം. അപ്പം നമ്മുടെ ബീഫ് കവർ ചെയ്ത് വെച്ചേക്കുവാണ്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പൊറോട്ട എടുത്തിട്ട് ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് ഇങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ വെക്കും. ഓക്കെ, ഇനി ഇത് കിഴിയാക്കുകയാണ്. കിഴി പൊറോട്ട സെറ്റായിട്ടുണ്ട്, കിഴിയായിട്ടുണ്ട്. നമുക്കിതൊരു വാഴനാരോ ഒരു നൂലോ ഇട്ട് ഇങ്ങനെ അങ്ങോട്ട് കെട്ടി അടിപൊളി ആക്കി നമുക്ക് കെട്ടി വെക്കണം. അപ്പോൾ നമ്മുടെ കിഴി പൊറോട്ടയ്ക്കുള്ള കിഴി നമ്മൾ അടിപൊളിയായിട്ട് കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. നമുക്ക് ആവിക്കകത്ത് വെക്കണം. ഞാൻ ഇപ്പോൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇഡലി പാത്രത്തിനകത്ത് വെച്ച് വേവിക്കാമെന്നുള്ള പ്ലാനിലാണ്. ഇഡലിക്കുട്ടുക നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്, വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മുടെ കിഴി ഇറക്കി വെക്കാൻ പോവാം. അടിപൊളിയായിട്ട് കിഴി കെട്ടിയിട്ടുണ്ട്. ഞാൻ ചെറിയൊരു ഇഡലിക്കുട്ടുവാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് നമുക്കിവനെ അങ്ങോട്ട് അടച്ചു വെക്കണം. യെസ്, അപ്പോൾ ഇത് അടിപൊളിയായിട്ടൊന്ന് ആവി കയറി വരട്ടെ. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കിഴി പൊറോട്ട കഴിക്കാനെ കൊണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കിഴി പൊറോട്ട ആവിയൊക്കെ കയറി സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് തുറക്കാം. അപ്പോൾ അടിപൊളിയായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിപ്പം എടുത്ത് നമ്മുടെ പ്ലേറ്റിലോട്ട് മാറ്റാം. നല്ല ചൂടുണ്ട്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് സെർവ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കിഴി പൊറോട്ട നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, നല്ല ചൂടുണ്ട്. തുറന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അടിപൊളിയായിട്ട് ആവിയൊക്കെ കയറിയിരിപ്പുണ്ട്. അടിപൊളി മണമാണ് കേട്ടോ. കിഴി പൊറോട്ടയുടെ ഫസ്റ്റ് ലെയർ അങ്ങോട്ട് മാറ്റുമ്പോൾ അടിപൊളിയായിട്ട് നമ്മുടെ പൊറോട്ട ഈ ആവി കയറിയപ്പോൾ നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. സൂപ്പറാണ്, നല്ല മണമൊക്കെ ഉണ്ട്. എന്താ പറയുന്നത്, നമ്മൾ പണ്ട് ഈ പൊതിച്ചോറ് കഴിക്കുന്നൊരു ഫീലുണ്ട്. നല്ല മണമാണ്, അതിൻ്റെ ഒരു ഫീല് വേറെയാണ്. നിങ്ങൾ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ പിച്ചി ഇട്ടിട്ടുണ്ടായിരുന്ന നമ്മുടെ പൊറോട്ട, അതും ബീഫും കൂടി നല്ല മയമായി വന്നിട്ടുണ്ട്. വളരെ അമേസിങ് ആയിട്ടുള്ളൊരു സാധനമാണ് കിഴി പൊറോട്ട എന്ന് പറയുന്നത്. ഈ ആവി കയറുമ്പോൾ ഈ പൊറോട്ട കുറേയും കൂടി നല്ല മയവും നമ്മുടെ ബീഫിന് നല്ലൊരു ടേസ്റ്റും കൂടി കിട്ടും. പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ എല്ലാം ഉണ്ടായതുകൊണ്ട് വളരെ ഒരു എന്താ പറയുന്ന ഒരു സ്പൈസി ആണെന്ന് ചോദിച്ചാൽ അതിൻ്റെ കൂടെ കുറച്ചും കൂടി ഒരു സ്വീറ്റായിട്ടുള്ള ഐറ്റം കൂടി വരുമ്പം വേറൊരു ടേസ്റ്റ് കിട്ടുമല്ലോ. അതാണ് നമ്മുടെ കിഴി പൊറോട്ടയ്ക്ക്. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പം അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ.